അജപാലനപരമായ ചില അവകാശങ്ങൾ നമുക്കുണ്ട്. അത് നമ്മുടെ അധികാരികൾ നമുക്ക് തരേണ്ടതാണ്. പിതാക്കന്മാരുടെ മാർപ്പാപ്പയിലൂടെ നൽകുന്നത് പിതാക്കന്മാര് വാങ്ങി വൈദികരിലൂടെ നമുക്ക് ലഭിക്കേണ്ട ചില അജപാലനപരമായ ചില അവകാശങ്ങളുണ്ട്. ഇത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ ലഭിക്കുന്ന ഇടത്ത് പോയി നമ്മുടെ ആ നിത്യജീവൻ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി നമ്മൾ കണ്ടെത്തണം. ഇവർ തന്നില്ല, ഇവരുടെ തരുമ്പോ തരട്ടെ. ഇപ്പൊ എല്ലാവരും പറയുന്നത് അവർ ചെല്ലുമ്പോ ചെല്ലട്ടെ, അപ്പൊ നമുക്ക് പോയി കാണാം. ഞാൻ മരിക്കേണ്ടി വന്നാലും ഈ വൈദികരാരും ഇനി ഏകീകൃത കുർബാന ചെല്ലാനായിട്ട് കയറി അവരുടെ കുർബാന കണ്ട് സന്തോഷിക്കാൻ ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ശരിക്കും ഇവരുടെ തനി നിറവും മുഖവും നമ്മൾ കണ്ടു. ഇനി അവർക്ക് ഒരു മാനസാന്തരവും വരാനില്ല. കാരണം അത്ര അധികം മ്ലേച്ഛതകളും തെമ്മാടിത്തരങ്ങളും ഇവർ വിളിച്ചു പറഞ്ഞും കൂട്ടിയും നമ്മൾ ഇവരുടെ ശരിയായ മുഖം, ഇവരുടെ എല്ലാ തരത്തിലുള്ള സ്വഭാവവും മുഖവും നമ്മൾ കണ്ടു. അവരെ ഇനി നമ്മൾ എങ്ങനെ ഒരു വൈദികനായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവരുടെ കൂതാശകളെ നമ്മൾ സ്വീകരിക്കുക? കാര്യം ചിലപ്പോൾ എല്ലാ വ്യക്തികളിലും ഉണ്ടാവും ഇങ്ങനെ ഒരു കിരാത സ്വഭാവം. അത് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ അനുഭവിക്കുന്നതിലൂടെ ആ വ്യക്തിയെ വീണ്ടും നമുക്കങ്ങനെ മാറ്റിയെടുക്കുക യഥാർത്ഥ അനുതാപം ക്രിസ്തു പറഞ്ഞതുപോലത്തെ അനുതാപം ഉണ്ടാവണം. അത് നമുക്ക് അനുഭവിക്കാനും പറ്റണം. അത് ലഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനെന്ന വ്യക്തി, ഞാനെന്ന വിശ്വാസി, എൻ്റെ കുടുംബം, ഞാനൊരു കുടുംബനാഥനാണ്. 2 മക്കളും ഭാര്യയുള്ള ഒരു കുടുംബമാണ് എനിക്കുള്ളത്. എൻ്റെ കുടുംബക്കാരെ എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരാരും ഈ രീതിയിൽ ഈ വിശുദ്ധ കുർബാനയെ അത്ര ഗൗരവത്തോടെ സീരിയസ് ആയിട്ട് അത് വലിയ കൂതാശയെ കാണുന്നവരല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും ചടങ്ങുകൾക്ക് ആവശ്യങ്ങൾക്ക് ഒരു കുർബാന വേണം. കുർബാന വഴി ബാക്കിയുള്ള ആഘോഷങ്ങൾ അങ്ങനെ ജീവിക്കുന്നവർ എൻ്റെ കുടുംബത്തിലെ ഭൂരിഭാഗം വരും. അതുകൊണ്ട് അവർക്ക് അതിന് ഗൗരവം അറിയില്ല. പക്ഷെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന എൻ്റെ കുർബാന എന്ന കൂതാശയുടെ മഹത്വവും അതിൻ്റെ പരിശുദ്ധിയും അതിന് കൃപയും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻ്റെ അവകാശം നേടിയെടുക്കാൻ പോകേണ്ട വഴിയെ ഞാൻ പറഞ്ഞുള്ളൂ. ഇതാരും സ്വീകരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ഉത്തമ ക്രിസ്ത്യാനിയെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നതിൽ നമ്മൾ തേടി പോകേണ്ടിയിരിക്കുന്നു. അത് കിട്ടേണ്ട ഇടം തേടി പോകേണ്ടിയിരിക്കുന്നു. ആ കഷ്ടതകൾ നമ്മൾ സഹിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് എറണാകുളം അങ്കമാലി ഞാൻ പറയാം, 50 കൊല്ലം കഴിഞ്ഞാലും തീരാൻ പോണില്ല. അത് 50 കൊല്ലം കഴിഞ്ഞാലും തീരാൻ പോണില്ല. നമ്മുടെ തലമുറ കടന്നുപോയി നമ്മുടെ അടുത്ത ജനറേഷൻ വന്ന് അവരൊക്കെ മരിക്കാൻ കിടന്നാലും തീരുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കേണ്ടതായ ആ അജപാലന അവകാശം കിട്ടുന്നിടത്ത് പോയി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി സ്വന്തമാക്കുക. വലീസനം പറഞ്ഞ മറ്റൊരു വശമാണ്. ആ വശം ശരി തന്നെയാണ്. കാരണം നമുക്കിത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും മരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എങ്ങനെ പോകട്ടെ, അത് നമ്മൾ സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്ക് പറ്റിയ ഒരു കാര്യമല്ല അത്. ഞാൻ അങ്ങനെ മനസ്സിലാക്കണം അതിനെ കേട്ടോ. ഓരോരുത്തർക്കും ഓരോ അനുഭവമായത് ഞാൻ പറയാണ്. നമ്മുടെ മാമോദിസ മുങ്ങി നമ്മൾ ക്രിസ്ത്യാനിയായി ക്രൈസ്തവനായി ഈ സഭയിൽ ജീവിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ അന്ത്യവും അവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. ആ അന്ത്യ കുദാശ എന്ന് പറയുന്നത് നമുക്ക് അർഹതപ്പെട്ട വിധത്തിൽ കിട്ടത്തക്ക രീതിയിൽ അത് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന വിധത്തിൽ എടുക്കണമെങ്കിൽ, അതായിത്തീരണമെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കിട്ടാത്തിടത്ത് നമ്മൾ കിട്ടുന്നിടത്ത് പോയി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ആരെയും നിർബന്ധിച്ച് ഒരിടത്തും കൊണ്ടുപോയി ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അത് ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കേണ്ട കൃപ സ്വന്തമാക്കാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ നേടിയെടുത്തു എന്ന് ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ എനിക്ക് അവകാശപ്പെടാം. ഞാൻ എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെയും നമ്മുടെ എറണാകുളം അങ്കമാലി ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അത് യഥാർത്ഥ വഴിക്ക്, സഭയുടെ വഴിക്ക് ഞാൻ ശ്രമിച്ചു എന്ന് മരിക്കാമെന്ന് ഓർക്കാം. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പുണ്യം ഉണ്ടാവില്ല എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യമാണ്. അത് ദൈവം തരേണ്ടതാണ്. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അജപാലനപരമായ അവകാശം ലഭിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഇടവയിൽ ലഭിക്കുന്ന ഇടത്ത് പോയി കാര്യം നടത്താം. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് നമ്മൾ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ, പറയച്ചേട്ടാ. അല്ലാണ്ട് നമ്മൾ ഇപ്പൊ ഇവരെ ജയിക്കാനോ ആരും തോൽപ്പിക്കാനോ ഒന്നുമല്ല. ഇതൊന്നും ഇവർ തീർക്കില്ല. അങ്ങനെ തീർക്കുമായിരുന്നെങ്കിൽ ഇത്രയും സമയം പോലും ആ മനുഷ്യൻ അയാൾ ജെറിനോ എന്താ അയാളുടെ പേര്, അയാൾ ഈ വെള്ളയുടുപ്പിന്റെ അകത്തുണ്ടാകുമായിരുന്നില്ല. പണ്ട് അയാളെ കഴുത്തില് ചെരുപ്പം കെട്ടി തൂക്കി റോട്ടിൽ നടത്തിയനെ. അത് ചെയ്യാൻ ആർജവമുള്ള അധികാരികൾ നമുക്കില്ല. അവർ ചെയ്യില്ല. കാരണം സഡൻ ആക്ഷൻ എടുത്ത് സെക്കൻഡുകൾക്കുള്ളിൽ നോട്ടീസ് കൊടുത്ത് നേരിട്ട് അയാളെ കയ്യിൽ കൊടുത്ത് അയാൾ പള്ളിയിൽ നിന്ന് ഇറക്കി വിടാവുന്ന പണി അയാൾ ചെയ്തേക്കണത്. അത്ര ഗൗരവമുള്ള കാനൂൻ നിയമം അനുസരിച്ച് അത്ര ഗൗരവമുള്ള കാര്യമാണ്. അതിന് ആരോടും അനുമതി ചോദിക്കേണ്ടതില്ല. ഈ നമ്മുടെ സഭയുടെ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ പിതാവിന് ചെയ്യാവുന്ന തട്ടിൽ പിതാവിന് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. പമ്പളനിക്ക് ചെയ്യാൻ പറ്റില്ല, തട്ടിൽ പിതാവിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അതിന്റെ ഒരു വിശദീകരണം പോലും ഇറക്കാൻ തയ്യാറാവാത്തവരെ നമ്മൾ ഇനി എന്തിനു വിശ്വസിച്ച് മുന്നോട്ട് പോകണം? അവര് നമ്മളെങ്ങനെ നേടിയെടുക്കുന്നവരാണ്? നേടിയെടുക്കില്ല.